ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാൽ മനോഹരമായ നിമിഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹീതമായ പകൽക്കാലം വീണ്ടും ദിവസങ്ങളിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ നിങ്ങളോട് കൂടെയായിരിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ഈ നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായി ഇവിടെ ആയിരിക്കുന്ന കർത്തദാസൻ ഡോക്ടർ വി എ വർഗീസിനായി, കുടുംബത്തിനായി, പാസ്റ്റർ ടൈറ്റസ് വർഗീസിനായി, മറ്റ് എല്ലാ സഹോദരി സഹോദരന്മാർക്കായി, മാതാപിതാക്കൾക്കായി, കുഞ്ഞുങ്ങൾക്കായി ഇന്ന് പകൽ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവരോടുള്ള സ്നേഹവന്ദനങ്ങളെ ആദ്യമായി അറിയിക്കുന്നു. ഇന്ന് രാവിലെ സ്തോത്രം, ദൈവത്തിന്റെ മഹാതിരു സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thank you, Jesus. Hallelujah. ഈ ദിവസങ്ങളിൽ സ്തോത്രം, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ സഹായിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമായിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടായിരുന്നു? ഹല്ലേലൂയ. സ്തോത്രം. പ്രത്യേകിച്ച് പ്രിയ കർത്തദാസൻ ഡോക്ടർ വി എ വർഗീസ് കുടുംബം എന്നെ വളരെയധികം സ്നേഹിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. ആ കുടുംബത്തോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ വരെ വന്ന നിമിഷം മുതൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു, എൻ്റെ ജീവിതത്തിൽ അവർ ഒരു വലിയ ഇൻഫ്ലുവൻസ് ചെലുത്തുവാൻ പരിശുദ്ധാത്മാവ് സ്തോത്രം അവരെ കൊണ്ട് കഴിയിപ്പിച്ചു. അതൊരു ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ നമുക്ക് തിരുവചനത്തിന് മുൻപിലായിരിക്കാം. മറ്റു മുഖവരകളൊന്നും പറയുന്നില്ല. മലാക്കി പ്രവചനത്തിൽ നിന്നാണ് ഇന്ന് രാവിലെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന മലാക്കി പ്രവചനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ ശബ്ദമെടുത്ത് വായിക്കാം. മലാക്കി പ്രവചന പുസ്തകം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, മനോഹരമായ നല്ല നിമിഷത്തിനായി സ്തോത്രം. ഈ അനുഗ്രഹീതമായ ആഴ്ചവട്ടത്തിന്റെ യോനാണ് സത്യത്തിൽ ആത്മാവിലും ഈ സ്തുതിക്കുവാൻ, ഈ ആരാധിക്കുവാൻ, അങ്ങയുടെ പാദാന്ത്യത്തിലേക്ക് അടുത്തു വരുവാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി നല്ല നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതി പറയുന്നു. ഇന്ന് രാവിലെ ഞങ്ങളുടെ വലിയ തിരുസാന്നിധ്യം, മഹാദൈവത്തിന്റെ വലിയ തിരുസാന്നിധ്്യം ഞങ്ങളുടെ നടുവിലുള്ള കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽ പിതാവേ ഞങ്ങൾ സ്തോത്രം, അന്ന് ഞങ്ങളെ അറിയുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവിടെ നടുവിലുണ്ട് എന്ന് വാക്ക് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞങ്ങളുടെ നടുവിലുള്ള കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങളുടെ വ്യക്തി മണ്ഡലങ്ങളുമേൽ, ഞങ്ങളുടെ ശരീര മണ്ഡലങ്ങളുമേൽ, ഞങ്ങളുടെ മാനസിക മണ്ഡലങ്ങളുമേൽ, ഞങ്ങളുടെ ആത്മമണ്ഡലങ്ങളുമേൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഒരു ദൈവ പ്രവൃത്തിക്കായി ഞങ്ങൾ ഇന്ന് രാവിലെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു സ്പർശിക്കപ്പെടുന്ന ഒരു വിശുദ്ധ പകലാക്കി ഈ പകലിനെ തീർത്താട്ടെ. ഇന്ന് പകൽ ഇതുവരെ തിരിച്ചറിയാത്ത ഒരു ആത്മസന്തോഷത്തിന്റെ ഒരു പുതിയ അനുഭവം ഇന്ന് പകൽ നിന്ന് ജനം അനുഭവിച്ചറിയുവാൻ അവർ ഇന്ന് രാവിലെ ഒരുക്കിയാട്ടെ. ഇന്ന് പകൽ ദൈവ സാന്നിധ്യത്താൽ ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അന്ന് തൊടുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവ കൃപ ഞങ്ങളുടെ മേൽ അന്ന് വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. അഭിഷേകത്തിന്റെ ഒരു വലിയ അളവിലേക്ക് ഇന്ന് രാവിലെ അന്ന് ഞങ്ങളെ നടത്തുവാൻ പോകുന്നതായി സ്തോത്രം. മുട്ടോളമല്ല, അരയോളമല്ല, നീണ്ടിട്ടല്ലാതെ കിടപ്പാൻ കഴിയാത്ത ഒരു ആത്മാവിന്റെ അനുഭവം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഇവിടെ അന്ന് നൽകി തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകലമാനവും തപ്പിച്ചിന് മാത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. സന്തോഷമുള്ള ദൈവത്തിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നാം വായിച്ച വാക്യം ഇപ്രകാരമാണ്: യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ഭിന്നിപ്പിക്കാതിരിക്കേണ്ടതിനും അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. സ്തോത്രം. ഞാൻ ഈ ചിന്ത വായിച്ചപ്പോൾ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആസ്പെക്റ്റിൽ സ്തോത്രം നാമൊക്കെ ചിന്തിക്കുന്നത് പോലെ ഞാനും അത് ചിന്തിക്കുവാൻ തീർന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. മഹോദരവ കാലത്തിന്റെ അവസാനത്തെ 3.5 വർഷം ഇതാ സ്തോത്രം ദൈവം 2 സാക്ഷികളെ ഈ ഭൂമിയിലേക്ക് അയക്കും. സ്തോത്രം. അവർക്ക് ആകാശ മണ്ഡലങ്ങളെ അടയ്ക്കുവാനുള്ള അധികാരമുണ്ട്. സ്തോത്രം. നാം സ്വാഭാവികമായി ചിന്തിക്കുന്ന ഏലിയാവും മോശയുമാണെന്ന് നാം വിശ്വസിക്കുന്നു, നാം പഠിപ്പിക്കുന്നു. ഞാനും ആ ചിന്തകൾ ഒരു വാക്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക്
ആസ്പെക്റ്റിൽ മാത്രം ഈ ചിന്തകളെ ഒതുക്കി സ്തോത്രം പലപ്പോഴും ഇത് വായിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ സ്തോത്രം കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആത്മാവ് സ്തോത്രം എന്റെ മുറിയിൽ കടന്നു വന്ന് എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, ഞാൻ ഈ നാളുകളിൽ നിന്നെ ഒരു ഏലിയാവിന്റെ ആത്മാവോടുകൂടി എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക്, മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്ക് നിരപ്പിന്റെ ശുശ്രൂഷയ്ക്കായി ഞാൻ ഈ നാളുകളിൽ നിന്നെ കണ്ടിരിക്കണമെന്ന് ആത്മാവിനോട് വിളിച്ചു പറഞ്ഞു. അന്ന് ഞാൻ ഈ വാക്യം വീണ്ടും എടുക്കുവാൻ തുടങ്ങി. സ്തോത്രം ഞാൻ വീണ്ടും ചിന്തിച്ചു, എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം, ഇതിന്റെ ആഴം എന്താണ്? സ്തോത്രം പരിശുദ്ധാത്മാവ് വചനത്തിന്റെ വെളിപ്പാടുകൾ ഈ വാക്യത്തിൽ കൂടെ വീണ്ടും നൽകി തന്നു. സ്തോത്രം ഞാൻ വിവിധ ഭാഗങ്ങളിൽ സ്തോത്രം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഈ ചിന്തയുമായി മുന്നോട്ട് പോയപ്പോൾ ആത്മാവ് വീണ്ടും വീണ്ടും പുതിയ വെളിപ്പാടുകൾ എനിക്ക് നൽകി തന്നുകൊണ്ടേയിരുന്നു. സ്തോത്രം ഇന്ന് രാവിലെ മുൻപിലുള്ള സമയത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ ചില വെളിപ്പാടുകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാക്യം വായിച്ച പശ്ചാത്തലം ആദ്യമായി ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം യഹോവയുടെ വലുതും ഭയങ്കരവുമായ ഒരു നാൾ വരുന്നതിന് മുൻപ് ഞാൻ ഏലിയ പ്രവാചകനെ അയക്കും. അവൻ ചെയ്യുന്ന ശുശ്രൂഷയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും നിരപ്പിന്റെ ഒരു ശുശ്രൂഷ ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാൻ ആയിരുന്നു. സ്തോത്രം പ്രത്യേകിച്ച് ഈ അമേരിക്കൻ ഒരു കൾച്ചർ ജീവിക്കുന്ന നമുക്ക് ഈ സ്തോത്രം ഈ ചാൻസ് വളരെ 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 ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന ഒരു കാര്യമാണ്. കാര്യം അപ്പന്മാർ മക്കൾ, സ്തോത്രം മക്കൾ അപ്പന്മാർ എന്ന് പറയുമ്പോൾ ഇത് രണ്ട് തലമുറയുടെ രണ്ട് റെപ്രസെന്റേറ്റീവ്സിനെയാണ് ഇവിടെ കാണിക്കുവാൻ ആയിട്ടിരുന്നത്. ഈ രണ്ട് തലമുറകളുടെ റെപ്രസെന്റേറ്റീവാണ് ഈ രണ്ട് തലമുറ. സ്തോത്രം അവർ പ്രത്യേക ശാസ്ത്രത്തിൽ സ്തോത്രം അവരുടെ ആത്മീയതയിൽ അല്ലെങ്കിൽ അവരുടെ വേഷവിധാനങ്ങളിൽ അവരുടെ ഭക്ഷണ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ സ്തോത്രം മറ്റ് ആശയവിനിമയങ്ങളിൽ പോലും രണ്ട് ആശയങ്ങളുമായി രണ്ട് തത്വസംഹിതകളുമായി സ്തോത്രം ജീവിച്ചു വളർന്നവരാണ്. പൊരുത്തപ്പെടുവാൻ കഴിയാത്ത രണ്ട് വ്യക്തിത്വങ്ങളായി നമുക്ക് ഈ ചിന്തകളെ കാണുവാൻ കഴിയുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം പൊരുത്തപ്പെടും. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത് സംഭവിക്കുന്നില്ലേ? ഞാൻ പറയുന്നത് പുതിയ കാര്യമാണ്. സ്തോത്രം പലപ്പോഴും സ്തോത്രം പൊരുത്തപ്പെടുവാൻ കഴിയാത്ത ഒരു അളവ് അല്ലേ? സ്തോത്രം ഇത് നമ്മുടെ ഭവനത്തിലെ കാര്യം മാത്രമല്ല. ഞാൻ അല്പം ചിന്തയെ കുറിച്ച് ആഴമായി ചിന്തിക്കുവാൻ തുടങ്ങി. അമേരിക്ക നമ്മുടെ ഈ സംസ്കാരത്തിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചു തുടങ്ങുവാൻ വേണ്ടിയായിരുന്നു. സ്തോത്രം അമേരിക്കയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് അനേകം ഇവിടെ കടന്നു വന്ന് താമസിക്കുന്നുണ്ട്. പക്ഷേ സ്തോത്രം എനിക്ക് തോന്നുന്നു ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനോ ഒരു എത്നിക് ഡിസ്ക്രിമിനേഷനോ വർണ്ണ വിവേചനം ഇത് നിയമപരമായി ഇല്ലാത്ത കാര്യമാണെങ്കിൽ പോലും സ്തോത്ര ജോലി സ്ഥലങ്ങളിലായിരിക്കാം നിങ്ങളും ചിലപ്പോൾ ഇതിന്റെയൊക്കെ സ്തോത്ര ഭാഗവാക്കായി തീർന്നിട്ടില്ലേ? ഉണ്ട്. സ്തോത്രം എനിക്കറിയാം ഉണ്ടെന്ന്. സ്തോത്രം ഞാൻ വീണ്ടും ചിന്തിക്കുവാൻ തുടങ്ങി. യുദ്ധശ്രുതികൾ എന്തുകൊണ്ടാണ് സ്തോത്രം ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യവുമായി പൊരുത്തപ്പെടുവാൻ കഴിയുന്നില്ല? എന്തോ ആശയ തത്വ സംഹിതകളിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മത സാഹചര്യങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുവാൻ കഴിയുന്നില്ല. ആമേൻ. ഇപ്രകാരം വരുന്ന ഒരു സാഹചര്യം ആത്മാവ് കാണുന്നു. സ്തോത്രം ഈ സമയത്ത് ഭൂമിയെ സംഹാര താണ്ഡവം കൊണ്ട് ഞാൻ നശിപ്പിക്കും. ഒരു യുദ്ധം ഉണ്ടായാൽ എന്താ സംഭവിക്കുന്നത്? സ്തോത്രം ആഫ്റ്റർ കോൺസിക്വൻസ് എന്താ? സ്തോത്രം യുദ്ധം ഉണ്ടായാൽ അനേക ആയിരങ്ങൾ സ്തോത്രം ഭൂമിയിൽ നിന്ന് ആ യുദ്ധത്താൽ മാറ്റപ്പെടുന്നു. ആമേൻ. സ്തോത്രം ഞാൻ ചിന്തിക്കുവാൻ കേട്ടിരുന്നു. പൗലോസ് തന്റെ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 5:17 ഇങ്ങനെ പറയുവാൻ കേട്ടിരുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, അത് പഴയത് കഴിഞ്ഞു പോയി, സകലവും പുതുതായി തീരുന്നു. സ്തോത്രം അവിടെ കാണുന്ന വാക്യം ഇപ്രകാരമാണ്, അതിനൊക്കെയും ദൈവകാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ആമേൻ. ഏലിയാവ് ഇവിടെ ചെയ്യുന്ന ശുശ്രൂഷയും പൗലോസ് പറഞ്ഞ ശുശ്രൂഷയുമായി ഞാൻ വീണ്ടും ഒന്ന് കൂട്ടിക്കിഴച്ചു. സ്തോത്രം ഈ രണ്ടും കാണുവാൻ കഴിയുന്ന ആ വാക്യപ്രകാരമാണ് നിരപ്പിന്റെ ശുശ്രൂഷ. അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക്, മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്ക്, രാജ്യത്തിന്റെ മറ്റൊരു രാജ്യവുമായി ബന്ധപ്പെടുത്തുവാൻ ഒരു ശുശ്രൂഷ, നിരപ്പിന്റെ ശുശ്രൂഷ, the ministry of reconciliation. Hallelujah. Hallelujah.
ഞാൻ വീണ്ടും ചിന്തിച്ചു, ഉപദേശപരമായിട്ട് ഈ ചിന്തകൾ തെറ്റാണോ എന്ന് ഞാൻ വീണ്ടും ചിന്തിച്ചു. ആത്മാവ് വീണ്ടും എനിക്ക് അടുത്ത വെളിപ്പാട് തന്നു. അത് ലൂക്കോസ് 1:17 കാണുന്നത്. ഒന്ന് വായിച്ചാട്ടെ, ലൂക്കോസ് 1:17. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. സ്തോത്രം. ഇവിടെ പറയുന്നത് യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്. അച്ഛനുകൾ പഠിക്കുമ്പോൾ അറിയാം. സ്തോത്രം. ഇവിടെയും അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും സ്തോത്രം തിരിക്കുന്ന ഒരു ശുശ്രൂഷ തീർന്നില്ല. ആ ശുശ്രൂഷയുടെ മറ്റൊരു ഭാഗം ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷ. ആമേൻ. ഈ ശുശ്രൂഷയ്ക്ക് ആത്മാവ് നൽകിയിരിക്കുന്ന ഒരു പേര് ഏലിയാവിന്റെ അഭിഷേകം, അല്ലെങ്കിൽ ഏലിയാവിന്റെ ഒരു ശുശ്രൂഷ. അതിനെ കൂടുതൽ ഒന്ന് വിശദീകരിക്കണമെങ്കിൽ ഏലിയാവുമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് ബന്ധപ്പെടുത്തി നാം സംസാരിച്ചാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഈ ചിന്ത മുന്നോട്ട് നീക്കുന്നതിന് മുൻപ് ഏലിയാവിനെ കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഏലിയാവിന്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ അവൻ തിഷ്ബയിൽ നിന്ന് വന്ന തിഷ്ബനായ ഏലിയാവ്. അവന്റെ പശ്ചാത്തലം, കുടുംബം, പാരമ്പര്യം ഒന്നും പറയാനില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. തിഷ്ബയിലെ ഏതോ മലഞ്ചരിക്ക് ജീവിച്ചു വളർന്ന ഇതാ തിഷ്ബനായ ഏലിയാവ് ഇതാ സ്തോത്രം വന്ന് ഇതാ ആഹാബിന്റെ കൊട്ടാരത്തിൽ വന്ന് ഇങ്ങനെയാണ് പറയുന്നത്, ഇനി ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഏലിയാവിന്റെ ശുശ്രൂഷയുടെ അടിസ്ഥാന ഒരു കാരണം സ്തോത്രം, അല്ലെങ്കിൽ അവന്റെ ശുശ്രൂഷയെ ക്യാരക്ടറൈസ് ചെയ്യുമ്പോൾ അവന്റെ ഒരു സ്വാഭാവിക ഗുണം സ്തോത്രം അധികാരത്തിന്റെ ഒരു ശുശ്രൂഷ. ആമേൻ. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴ ഉണ്ടാകത്തില്ല. ആമേൻ. മനസ്സിലാകുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഏലിയാവിനെ കുറിച്ച് യാക്കോബ് പറയുന്നുണ്ട്. എങ്ങനെയാ പറയുന്നത്? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ. അവൻ സ്തോത്രം പ്രാർത്ഥനയിൽ മഴ മേഘങ്ങളെ അടച്ചു. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ഈ മഴ ഈ ഭൂമിയിൽ വീണ്ടും പെയ്യുവാനായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ഏലിയാവിന്റെ സ്വാഭാവിക ശുശ്രൂഷയുടെ ഒരു വശം എന്തെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയുടെ അധികാരമുള്ള ഒരു ശുശ്രൂഷ. ആമേൻ, ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഏലിയാവിന്റെ ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ അഭിഷേകത്തിന് മറ്റൊരു പ്രത്യേകത, ഇത് പ്രാർത്ഥനയിൽ അധികാരികളെ കൈകാര്യം ചെയ്യുന്ന ഒരു ശുശ്രൂഷ. മനസ്സിലാകുന്ന ദൈവത്തെ സ്തോത്രം. ഹല്ലേലൂയ. അവൻ സമസ്വഭാവമുള്ള നമ്മെ പോലും സാധാരണക്കാരൻ, കുടുംബ പാരമ്പര്യമോ പശ്ചാത്തലമോ ഒന്നും പറയാനില്ലാത്തവൻ. പക്ഷേ അവൻ പ്രാർത്ഥനയിലൂടെ മഴമേഘങ്ങളെ അടച്ചു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ തിരിച്ചിരിച്ചാൽ ഇന്ന് രാവിലെ ഒരു പുതിയ വെളിപ്പാടിന് രാവിലെ പ്രാപിക്കുന്നുണ്ട്. മഴ മേഘങ്ങളെ അടയ്ക്കുന്നത് ശരിയാണോ? സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവസന്നിധിയിൽ നിന്ന് ഇസ്രായേൽ ജനം എവിടെയൊക്കെ പിന്മാറിപ്പോയോ അവിടെയൊക്കെ സ്തോത്രം ദൈവ ന്യായവിധി കൊണ്ട് മനുഷ്യനെ ദണ്ഡിപ്പിച്ചിട്ടുണ്ട്. വചനാനുസരണമായി ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ മഴമേഘങ്ങൾ അടഞ്ഞു. തീർന്നില്ല. ഞാൻ മുന്നോട്ട് വരുന്ന ചിന്തയിലേക്ക് അവസാനമായി ഞാൻ ആ ചിന്തയിലേക്ക് കൊണ്ടുവരാം. പക്ഷെ അല്പം കൂടെ ഏലിയാവിനെ കുറിച്ച് എനിക്ക് വിവരിക്കണം. ഇതാ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, സ്തോത്രം, ഇവൻ അധികാരത്തോടെ ഇവൻ രാജ്യ കൊട്ടാരത്തിൽ ഈ പ്രവചനം വിളിച്ചു പറഞ്ഞിട്ട് ദൈവം അവനോട് പറഞ്ഞു, നീ കെരീത്തിൽ പോയി പാർത്തിരിക്കണം. ഹല്ലേലൂയ. ഇവൻ ഇതാ കെരീത്ത് തോട്ടിന്റെ ഏതോ ഒരു വശത്ത് അവൻ ഒളിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇവിടെ ഒരു ചിന്തയുണ്ട്. കെരീത്ത് തോട്ടിൽ ദൈവത്തിന്റെ ആലോചന പ്രകാരം ഇതാ ഒളിച്ചിരിക്കുന്ന ഏലിയാവിന് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയ ഇതാ ഒരു കാക്ക ഭക്ഷണവുമായി എത്തുകയാണ്. സ്തോത്രം. നമുക്കൊക്കെ ആ ചിന്തകൾ വളരെ സുപരിചിതമാണ്. കാക്ക അപ്പവും ഇറച്ചിയുമായി വരുന്ന ഒരു ചിന്ത. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഇസ്രായേൽ പശ്ചാത്തലം പഠിക്കുകയാണെങ്കിൽ ക്ഷാമം മൂലം വരണ്ട നിലത്ത് കൃഷിഫലങ്ങൾ ഒന്നും ഉണ്ടാകാത്ത ഒരു പ്രത്യേകമായ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ അപ്പവും ഇറച്ചിയും ഉള്ളത് സ്വാഭാവികമായിട്ടും എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊട്ടാരത്തിലെ കാണാൻ സാധ്യതയുള്ളൂ. സ്തോത്രം. അപ്പൊ ഈ കൊട്ടാരത്തിൽ നിന്നായി കാക്ക വരുന്നത്.
ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഈ കൊട്ടാരത്തിലെ ആഹാബിനോട് പ്രവചിച്ചിട്ട് ഇവൻ ഒളിച്ചിരിക്കുന്നത് ആരെ കാണാതെ? ആഹാബിനെ കാണാതെ. സ്തോത്രം. എന്നാൽ ഇപ്പോൾ ഇവന് ഭക്ഷണവുമായി എത്തുന്നത് കാക്ക, അത് കൊട്ടാരത്തിൽ നിന്ന് എത്തുന്നത്. ഇന്നുമൊക്കെ എന്നെ കേൾക്കുന്ന ദൈവം ഇവന് അധികാരത്തോടെ ദൈവം നിന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ച അത് രാജകൊട്ടാരത്തിന് നീ ചെയ്തെടുക്ക. ദൈവം നിന്നെ ഉറപ്പിച്ചിരിക്കുന്ന കാര്യമെത്തുന്നത്. സമയം തീർന്നത് കൊണ്ട് എനിക്ക് അവിടൊന്നും നിൽക്കുവാൻ കഴിയുന്നില്ല. ഇതാ സ്തോത്രം. ഒരു ദിവസം കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റി. ദൈവം പറഞ്ഞു, നീ സാറാഫാത്തിലേക്ക് പോകണം. സാറാഫാത്ത് എന്ന് പറയുന്ന സ്ഥലം സീദോന്യ രാജാവായ യക്ബാൽ ഭരിക്കുന്ന ഒരു സ്ഥലമാണ്. സീദോന്യ രാജാവായ യക്ബാൽ എന്ന് പറയുന്നത് ഇസബേൽ അല്ലെങ്കിൽ ആഹാബിന്റെ ഭാര്യ ഇസബേലിന്റെ പിതാവ് യക്ബാൽ. അപ്പോൾ ദൈവം ഒളിപ്പിച്ചിരിക്കുന്ന എവിടാന്ന് ചോദിച്ചാൽ ഇതാ ഇസബേലിന്റെ പിതാവിന്റെ സ്തോത്രം അവന്റെ പ്രദേശത്ത് തന്നെ. ഓ ബാബാ, ഇനി രാത്രി തിരിച്ചറിഞ്ഞ ദൈവങ്ങൾക്ക് ഈ പകൽ തിരിച്ചറിഞ്ഞ ദൈവങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുക. ദൈവം നിന്നെ ഒളിപ്പിച്ചിരുത്താന്ന് ചിന്തിച്ചാൽ അത് ചിലപ്പോൾ ശത്രുവിന്റെ കൂടാരത്തിലാണെങ്കിലും ശത്രുവിനെ നിന്നെ കണ്ടെത്തുവാൻ കഴിയില്ല. അവൻ നിന്നെ അവന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ തന്റെ തിരുനിവാസത്തിൽ മറയ്ക്കുന്ന ദൈവമാണ്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിനക്കൊരു ദോഷവും തട്ടാതെ വേണം നിന്നെ പരിപാലിച്ച്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവം ഇത് നിന്നോടുള്ള വാഗ്ദത്തമാണ്. ദൈവത്തിന്റെ അഭിഷേകത്തിനായി ആത്മാവിനെ ശുശ്രൂഷിക്കാൻ നീ ഇറങ്ങി പുറപ്പെട്ടാൽ ദൈവം നിന്നെ ഒളിപ്പിച്ചിരിക്കുന്ന ദൈവമാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, സ്തോത്രം, എന്തുകൊണ്ട് ഏലിയാവിനെ ഈ സാറാഫാത്തിലേക്ക് വിട്ടതിന്റെ കാരണം? വിട്ടപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. കെരീത്തിലെ തോട് വറ്റിയായിരുന്നു. സ്തോത്രം. ഇവിടെ ഒരു തോട് വറ്റിയപ്പോ സാറാഫാത്തിലേക്ക് പോകുന്നത്. പക്ഷേ ദൈവം നിന്നെ സാറാഫാത്തിലേക്ക് അയക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ഉറവേ വറ്റിയിട്ടുള്ളൂ. ഞാൻ നിനക്ക് വേണ്ടി അവിടെ 2 ഉറവ തുറക്കും. അത് നിനക്ക് വേണ്ടി മാത്രമല്ല, അവിടെ മരിക്കുവാനിരിക്കുന്ന ചില വിധവയ്ക്കും മകനും വേണ്ടി ഞാൻ ഒരുക്കുന്ന ഉറവകളായിരിക്കും. അത് നിന്നിൽ കൂടെ എനിക്ക് ചെയ്തെടുക്കേണ്ടതിന് ഞാൻ നിന്നെ സാറാഫാത്തിലേക്ക് അയക്കുന്ന ദൈവമാണ്. ഓ റബാബാ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ആ ദൂതിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ ഇന്നുപോലെ ഒരു ഉറവേ നിന്റെ മുൻപിൽ വറ്റിയുള്ളവർക്ക് ഓർത്ത് നീ പാരപ്പെടില്ല. ദൈവം നിനക്ക് വേണ്ടി മറ്റു 2 ഉറവകളെ സാറാഫാത്തിലും അവൻ കുറയ്ക്കുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇനി ഏലിയാവിന്റെ അഭിഷേകത്തെ കുറിച്ച് പറയാനുള്ള 5 മിനിറ്റേ ഉള്ളൂ എനിക്ക്. സ്തോത്രം. ഏലിയാവിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയാം. സ്തോത്രം. ഇവന്റെ ശുശ്രൂഷ it is publicly exposed the demonstration of God's power. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് വേണ്ടിയുള്ള മറ്റ് 400 പേര് അന്ന് ഇസ്രായേലിലുണ്ട്. പക്ഷേ ഏലിയാവിന്റെ ശുശ്രൂഷയുടെ ഒരു സ്വാഭാവിക ഗുണം എന്ന് ചോദിച്ചാൽ അത് പബ്ലിക്കലി explore the God's demonstration അല്ലെങ്കിൽ God's power. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ ദൈവശക്തിയുടെ മറ്റൊരു അളവാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം നിന്നിലൂടെ ചെയ്യേണ്ടത് അത് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. എന്താ ഞാൻ പറയുന്നത്? ഇതാ സ്തോത്രം. അതാ ഒളിപ്പിച്ചിരുത്തിയ ഏലിയാവിന് സ്തോത്രം. എന്നും നീ ഒളിച്ചിരിക്കുവാനല്ല ദൈവത്തിന്റെ പദ്ധതി. നിന്നെ ഒളിപ്പിച്ചിരുത്തിയ എനിക്കൊരു പദ്ധതി ഉണ്ട്. എന്തെന്ന് ചോദിച്ചാൽ ഒരു ശക്തിയെ നിന്നെ വീണ്ടും ഒന്ന് പുതുക്കാൻ. ഇന്ന് രാത്രി ദൈവം നിന്നെ ഒളിപ്പിച്ചിരിക്കുമ്പോൾ നീ ഭാരപ്പെടേണ്ട. ദൈവം നിന്നെ കർമ്മേലിൽ ഉപയോഗിക്കുന്ന ദൈവമാണ്. കർമ്മേലിൽ ഉപയോഗിക്കുന്ന ദൈവമാണ്. അവിടെ ഞാൻ നിന്നെ കൂടെ ചിലതൊക്കെ ചെയ്തെടുക്കുന്ന ദൈവമാണ്. ഏലിയാവിനെ കർമ്മേലിൽ ചെന്ന് അവിടെ ഇതാ പ്രതിഷ്ഠകളുടെ പുരോഹിതന്മാരും ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുന്ന അതിന്റെ പ്രവാചകന്മാരും 450 സ്തോത്രം. ഒരു വശത്ത് നിൽക്കുമ്പോൾ ഏലിയാവിത മറ്റൊരു വശത്ത് ഏകനായി നിൽക്കുക. ഇതാ ഏലിയാവിന്റെ ശുശ്രൂഷയുടെ ഗുണം. മറ്റൊരു വശത്ത് ഇതാ പുരോഹിതൻ
അധികാരങ്ങൾ, ശത്രു, പോരുകൾ, പോരാട്ടങ്ങൾ. പക്ഷെ ഈ വർഷത്തെ ഏലിയാവ് ഒറ്റയ്ക്കാണ്. പക്ഷേ ഏലിയാവ് ഉള്ളിൽ പറഞ്ഞു, എന്നോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ്. എന്നോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ്. ഇന്ന് ഒറ്റയ്ക്കാണോ? ദൈവം പറഞ്ഞ കർമ്മയിൽ നീ ഒറ്റയ്ക്കാണോ? നീ ഭാരപ്പെടേണ്ട. ദൈവം നിന്നോട് കൂടെയുണ്ട്. അവന്റെ സേവകന്മാർ നിന്നോട് കൂടെയുണ്ട്. അവന്റെ ദൂതന്മാർ നിന്നോട് കൂടെയുണ്ട്. മീഖായേൽ നിന്നോട് കൂടെയുണ്ട്. ദൈവം നിനക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്ന സേവകന്മാർക്ക് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ കർമ്മയിൽ നിനക്ക് വേണ്ടി ഉണ്ടെന്ന്. ഓ, ഏലിയാവ് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഏലിയാവ് പ്രാർത്ഥിച്ചു, പിതാവേ, ഞാൻ നിന്റെ ദാസനെന്ന് നീ ദൈവമെന്ന് അറിയുവാൻ ഈ യാഗപീഠത്തിൽ ഇപ്പോൾ തീരണമേ. പ്രാർത്ഥന കഴിഞ്ഞു. ഇത് സ്വർഗത്തിന് തീയിറങ്ങി. ഇതുപോലെ ദൈവത്തിന് വേണ്ടി നീ ഒറ്റയ്ക്ക് നിന്നോ. അത് ചെറിയ പ്രാർത്ഥനയാണെങ്കിലും ഇന്ന് രാവിലെ നീ ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി നിന്നോ. ദൈവം നിനക്ക് വേണ്ടി സ്വർഗത്തിന് തീയിറക്കുന്ന ദൈവമാണ്. ദൈവം നിനക്ക് വേണ്ടി സ്വർഗത്തിന് തീയിറക്കി. ശത്രുക്കളുടെ മുൻപിൽ നിനക്ക് വേണ്ടി മേശയൊരുക്കി അവൻ നിന്നെ കാണിക്കുന്ന ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ ഏലിയാവിന്റെ ശുശ്രൂഷയിൽ ഒരു ഗുണമെന്തെന്ന് പറഞ്ഞാൽ, സ്വാഭാവിക ഗുണമെന്തെന്ന് പറഞ്ഞാൽ അത് ഒറ്റയ്ക്ക, അത് കൂട്ടയില്ലെന്ന്, അത് ഒറ്റയ്ക്ക. ഇന്ന് രാവിലെ ഏലിയാവിന്റെ ഒരു അഭിഷേകത്തിനായി ആരെങ്കിലും കാതോർക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, നീ ഒറ്റയ്ക്ക, പക്ഷെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഒറ്റയ്ക്ക, നീ പാരപ്പെടുന്ന, പക്ഷെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ മുന്നോട്ട് പോകട്ടെ. ഓ ഏലിയാവിന്റെ ശുശ്രൂഷയുടെ മറ്റൊരു ഗുണമെന്തെന്ന് പറഞ്ഞാൽ, ഏലിയാവിന്റെ ശുശ്രൂഷയെ ക്യാരക്ടറൈസ് ചെയ്ത് പഠിച്ചാൽ ഇത് യോഹന്നാൻ സ്നാപകൻ അല്ലേ? സ്തോത്രം. യോഹന്നാൻ സ്നാപകന്റെ മേലും ഏലിയാവിന്റെ അഭിഷേകം നമ്മൾ വായിച്ചു അല്ലേ? ഇവരൊക്കെ സ്തോത്രം അധികാരങ്ങൾക്ക് നേരെ നിന്ന് ശബ്ദം ഉയർത്തുവാനുള്ള ഒരു അധികാരം നാവിന്മേലുണ്ടായിരുന്നു. അപ്പോൾ ഏലിയാവിന്റെ ശുശ്രൂഷയുടെ മറ്റൊരു ഗുണം ഇത് സ്തോത്രം, നാവിന്മേൽ ഒരു അധികാരമുള്ള ശുശ്രൂഷയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിൽ കൂടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്നറിയാമോ? മറ്റുള്ളവരെ കൂടെ നടക്കാത്തപ്പോൾ നിന്നിൽ കൂടെ വിടുതൽ നടക്കുന്നത് നിന്റെ നാവിന്മേൽ ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. നീ കൽപ്പിച്ചാൽ രോഗി സൗഖ്യമാകും. നീ കൽപ്പിച്ചാൽ വിടുതൽ ഉണ്ടാകും. നീ കൽപ്പിച്ചാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. കാരണം നിന്റെ നാവിന്മേൽ അവന്റെ ഒരു അധികാരമുണ്ട്. ഏലിയാവിന്റെ അഭിഷേകത്തിനായി കാത്തിരിക്കുന്ന ദൈവമല്ലേ, നിന്റെ നാവിന്മേൽ ദൈവം ഇന്ന് രാവിലെ ഒന്ന് തൊടാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് വിട്ടുകൊടുക്കാമോ? ഒന്ന് വിട്ടുകൊടുക്കാമോ? ആത്മാവ് നിന്റെ നാവിനെ ഇന്ന് രാവിലെ ഒന്ന് തൊട്ടാറുണ്ടല്ലോ. അതിനെ ഇന്ന് പകൽക്കാലം ഈ നൂറ്റാണ്ടിന്റെ ഉപകരണമാക്കി നിന്റെ നാവിനെ അവൻ ഉപയോഗിക്കും. നിന്നെ മാത്രമല്ല, ആത്മാവിൽ ആരോഗ്യം പ്രവചിച്ചവർക്ക് നിന്നെ മാത്രമല്ല നിന്റെ തലമുറയെ അവൻ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. ഇന്ന് രാവിലെ നിന്റെ തലമുറയെ അവൻ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. പിന്നെ ഇതിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് സ്തോത്രം, ഏലിയാവിന്റെ ശുശ്രൂഷ ആലയത്തിനകത്തല്ല, ആലയത്തിന് പുറത്താണ്. സ്തോത്രം. കൊട്ടാരത്തിനകത്തല്ല, കൊട്ടാരത്തിന് വെളിയില്ല. സ്തോത്രം. ചിലപ്പോൾ കെരീത്തില്, ചിലപ്പോൾ സാറാഫാത്തില്, സ്തോത്രം, ചിലപ്പോൾ കർമ്മേലി, ചിലപ്പോൾ ഹോരേബിൽ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? യോഹന്നാൻ സ്നാപകൻ നോക്കെ, ഏലിയാവിന്റെ അഭിഷേകമുള്ള യോഹന്നാൻ സ്നാപകൻ അവന്റെ ശുശ്രൂഷ എവിടെയായിരുന്നു? അവന്റെ പിതാവ് സക്രിയ പുരോഹിതത്തിൽ പൗരോഹിത ശുശ്രൂഷയുമായി ആലയത്തിൽ കൂടിന്റെ പ്രകാരം അവൻ പുരോഹിത ശുശ്രൂഷ ചെയ്തു. പക്ഷേ യോഹന്നാൻ എവിടാ? അവൻ മരുഭൂമിയിൽ. അവൻ മരുഭൂമിയിൽ. അപ്പൊ ഏലിയാവിന്റെ അഭിഷേകത്തിന് മറ്റൊരു പ്രത്യേകത, ഈ ശുശ്രൂഷ ആലയത്തിന്റെ 4 ചുവരുകൾക്കുള്ളിലല്ല, ഇത് ചിലപ്പോൾ മരുഭൂമിയിലായിരിക്കും. ഇതുപോലെ ഈ അഭിഷേകം, ഈ അനോയിൻമെന്റ് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാവിലെ കർത്തദാസൻ കഴിച്ച സ്വർഗീയത്തിന് ദൈവം ഒരു ഏലിയാവിന്റെ അഭിഷേകമാണ് നൽകിയിരിക്കുന്നത്.
ഈ നൂറ്റാണ്ടി ദൈവദാസ നീ ഭാരപ്പെടുക. ഞാൻ നിന്നെ നിറച്ചിരിക്കുന്ന ഈ നാളുകളിൽ എന്റെ മേലുള്ള ഒരു പുതിയ അഭിഷേകത്തോടു കൂടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം മുന്നോട്ട് പോകുന്നു. സ്തോത്രം. ഏലിയാവിന്റെ അഭിഷേകത്തിന് മറ്റൊരു പ്രത്യേകത, ഇവൻ യേശുവിനെ കുറിച്ച് ഫിലിപ്പിയ കൈസരിയിൽ വെച്ച് യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രനെ കുറിച്ച് ലോകം എന്താ പറയുന്നത്? സ്തോത്രം. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നിന്നെ കുറിച്ച് യെരമ്യാവാണെന്ന് പറയുന്നുണ്ട്, ചിലർ പറഞ്ഞു നിന്നെ കുറിച്ച് ഏലിയാവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യേശുവിൽ പോലും ഈ അഭിഷേകത്തിന്റെ ഒരു ലാഞ്ചന ഉണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം. ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ ഇവര് 3 പേരെയും തുലനമായി പഠിച്ചാൽ ഇവർ ശുശ്രൂഷയുടെ മറ്റൊരു ഗുണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് രാവിലെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സ്തോത്രം. ഏലിയാവ് അവന്റെ ശുശ്രൂഷ തലമുറകൾ, നഷ്ടപ്പെട്ടു പോകുന്ന തലമുറകളുടെ കണ്ണികളെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുടെയായിരുന്നു. മനസ്സിലായോ? ഏലിയാവിന്റെ ശുശ്രൂഷയും കൊണ്ട് അവന്റെ തലമുറയുടെ ശുശ്രൂഷ അല്ലെങ്കിൽ അവന്റെ അഭിഷേകം തീർന്നില്ല. എലീശയുടെ മേൽ ആ അഭിഷേകം പകരപ്പെട്ടു. മനസ്സിലായോ? യേശുവിന്റെ ശുശ്രൂഷ അതിതാ പകരപ്പെട്ടുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് സ്തോത്രം, ഇത് ഒരു തലമുറ കൊണ്ട് ഇതാ അന്ന് ദൈവം ഉപയോഗിച്ച സകല പ്രവാചകന്മാരുടെ ശുശ്രൂഷ ഒരു തലമുറ കൊണ്ട് തീർന്നു പോയപ്പോൾ ഏലിയാവിന്റെ ശുശ്രൂഷ അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ശുശ്രൂഷ കൂടിയാണ്. മാത്രമല്ല ഈ ശുശ്രൂഷയുടെ മറ്റൊരു സ്തോത്രം വശം എന്തെന്ന് ചോദിച്ചാൽ ഇവരെല്ലാവരിലും കൂടെ ഒരു കാര്യം ചെയ്ത് എന്താണെന്നറിയാമോ? നഷ്ടപ്പെട്ടു പോയ തലമുറകളെ സ്തോത്രം അവർ പുനർജീവിപ്പിച്ചെടുത്തു. ഏലിയാവ് സാറാഫത്തിലെ വിധവയുടെ മകൻ, എലീശ ശൂനേഗാർത്തിയുടെ മകൻ. സ്തോത്രം. ഇതാ യേശു നോക്ക്, യായിറോസിന്റെ മകൻ, ഇതാ നൈനിലെ വിധവയുടെ മകൻ, ഇതാ ലാസർ, ഇതാ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ഇതാ തലമുറയെ പുനർജീവിപ്പിച്ചു. ഇനി രാവിലെ ഞാൻ നിർത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഈ അഭിഷേകത്തിന്റെ മറ്റൊരു അളവ് ആർഡിനറി ആത്മമണ്ഡലത്തിന്റെ മറ്റൊരു അനുഭവം എന്തെന്ന് ചോദിച്ചാൽ നഷ്ടപ്പെട്ടു പോയി എന്ന് നീ കരുതിയ ചില തലമുറകളെ പോലും ഇതിനെ മടക്കി കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷ ഏലിയാവിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ഏലിയാവിന്റെ അഭിഷേകം. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ, അധികാരമുള്ള ദൈവവൈദ്യരെ, വിശ്വാസമുള്ള ദൈവവൈദ്യരെ, ദൈവം നിന്നെ ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. ഈ അഭിഷേകം എന്തെന്ന് ചോദിച്ചാൽ നഷ്ടപ്പെട്ടുവെന്ന് നീ കരുതിയ ചില തലമുറകളെ പോലും മടക്കിക്കൊണ്ടുവരുന്ന അഭിഷേകമാണ് ഏലിയാവിന്റെ അഭിഷേകം. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാരും, ഇനി ഓരോ മാതാപിതാക്കളും, ഓരോ ഈ അഭിഷേകം ഇന്ന് രാവിലെ പ്രാപിച്ചെടുക്കാൻ നഷ്ടപ്പെടുന്ന നിന്റെ തലമുറകൾ മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മറ്റ് ഈ ശുശ്രൂഷയുടെ മറ്റൊരു ഭാഗം കൂടെ പറയുന്നു. സ്തോത്രം. ഈ ശുശ്രൂഷ it is directly encounter with the principalities of the darkness. അന്ധകാര ശക്തിയുമായി നേരിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു തലമുറയുടെ ശുശ്രൂഷ ഏലിയാവിന്റെ അഭിഷേകം. ഇന്ന് രാവിലെ കേൾക്കുന്ന ദൈവവൈദ്യരെ, അന്ധകാര ശക്തിയുടെ മുൻപിൽ തല ചായ്ച്ചിരിക്കുവാൻ, ലജ്ജിച്ചിരിക്കുവാനല്ല ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പകരക്കാണ് അന്ധകാര ശക്തിയുടെ മുൻപിൽ തലയുയർത്തി പാമ്പുകളെയും തേളുകളെയും ശത്രുവിനെ സകല ബലത്തിൽ കവർത്തുവാൻ അധികാരം പ്രാപിച്ച ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ നന്മയെ, നിന്റെ അനുഗ്രഹത്തെ, നിന്റെ തലമുറയെ കെടുത്തി കളയുന്ന ദുഷ്ടനെ ഇന്ന് രാവിലെ കാൽച്ചുവട്ടിൽ ഇന്ന് രാവിലെ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിൽ അടിക്കപ്പെട്ടിരിക്കുന്നു. ആരാ? പ്രാർത്ഥിക്കുന്ന ദൈവത്തിലേക്ക് നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ നീ രാവിലെ
നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ പകരപ്പെടുന്ന അഭിഷേകം പകരപ്പെടുന്ന അഭിഷേകം പകരപ്പെടുന്ന അഭിഷേകം ഈ തലമുറയുടെ അഭിഷേകം ഈ തലമുറയുടെ അഭിഷേകം യേശുവിന്റെ നാമത്തിൽ 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 പകരപ്പെടുന്ന അഭിഷേകം ഇന്നാണ് യേശുവിന്റെ നാമത്തിൽ ഓരബഹത്തെ ശരദല റികരബ യേശുവിന്റെ നാമത്തിൽ പകരപ്പെടുന്ന ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ഇന്നാണ് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഈ അഭിഷേകം അഭിഷേകം പോരാ അതിനിരത്തി അഭിഷേകം വേണം നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഈ നൂറ്റാണ്ടിൽ അതിനിരത്തി അഭിഷേകം വേണം ഇനി പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവം നിങ്ങളുടെ ഈ നൂറ്റാണ്ടിന്റെ ശബ്ദമായി ഈ നൂറ്റാണ്ടിന്റെ അഭിഷേകമായി ഈ നൂറ്റാണ്ടിന്റെ വളവായി ഈ നൂറ്റാണ്ടിന്റെ വിടുതലായി തലമുറ നഷ്ടപ്പെട്ടു പോയ ചില തലമുറ യോജിപ്പിക്കുവാൻ മാത്രമല്ല ആത്മാവിപ്രകാരം പറഞ്ഞു അറ്റുപോയ ചില കണ്ണികൾ അറ്റുപോയ ചില കണ്ണികൾ കുടുംബത്തിൽ അറ്റുപോയ ചില കണ്ണികളെ പോലും യോജിപ്പിക്കുവാൻ വേണ്ട ഒരു അഭിഷേകത്തോടെ